നമസ്കാരം. ഹിന്ദുരാഷ്ട്ര സ്വപ്നം വിറ്റ് ഹാട്രിക് വിജയവുമായി പ്രധാനമന്ത്രി പദത്തിൽ തുടരാം എന്ന ഗ്യാരണ്ടിയിൽ വലിയ സംശയത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി. മൂന്നാം വട്ടവും അധികാരം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ടു പോകുന്ന BJP നേതൃത്വത്തെ ആശങ്കയിലാക്കി സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതാണ് തെരഞ്ഞെടുപ്പ് രംഗം പുരോഗമിക്കുമ്പോൾ കാണുന്നത്. ഉത്തരേന്ത്യയിലെ BJP സീറ്റുകൾ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രാജസ്ഥാനിലും ഹരിയാനയിലുമായി 10 സീറ്റുകൾ കുറഞ്ഞേക്കാമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ സീറ്റിലും പ്രധാനമന്ത്രിയെ എത്തിച്ച് സ്ഥിതി നേരിടാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആലോചന. മഹാരാഷ്ട്രയിലെ സ്ഥിതിയും പാർട്ടി കേന്ദ്ര നേതൃത്വം വിലയിരുത്തി. പ്രാദേശിക വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ഒഴിവാക്കണമെന്നാണ് വിലയിരുത്തൽ. എല്ലാ മതങ്ങൾക്കും തുല്യ സ്ഥാനമുള്ള ഇന്ത്യ എന്ന സങ്കല്പത്തിനൊപ്പമാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് എന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CSDS നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത 79% ആളുകളും മതേതര ഇന്ത്യ എന്ന ആശയത്തിനൊപ്പം നിലകൊള്ളുന്നു. എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ശേഷവും സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി നടത്തുന്ന CSDC ലോക്നീതി സർവേകൾ രാജ്യത്തെ ഏറ്റവും ആധികാരികമായ ജനാഭിപ്രായ കണക്കുകളിൽ ഒന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തായ ബഹുസ്വരതയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ കാര്യമായ ഇടിവൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ സർവേ. എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും തുല്യ ഇടമുള്ള രാജ്യമായി ഇന്ത്യ തുടരണമെന്ന് 79% ഇന്ത്യക്കാരും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യ ഹിന്ദുക്കൾക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള രാജ്യമാണ് എന്നതിന് 80% ഹിന്ദുമത വിശ്വാസികളും പിന്തുണയ്ക്കുന്നു. ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രം രാജ്യമെന്ന് സർവേയിൽ അഭിപ്രായപ്പെട്ടത് വെറും 10% പേർ മാത്രമാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഞെട്ടിപ്പിക്കുന്ന വിധം ഇടിയുന്നു എന്നതാണ് സർവേയിലെ മറ്റൊരു കണ്ടെത്തൽ. 2019 78% ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് 42% ഇടിഞ്ഞിരിക്കുകയാണ്. 58% ആളുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഏതെങ്കിലും തരത്തിൽ അവിശ്വാസം രേഖപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രം കുറ്റമറ്റതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രയൊക്കെ ആവർത്തിച്ചിട്ടും ഒരു വലിയ വിഭാഗം അത് വിശ്വസിക്കുന്നില്ല എന്നതും സർവേയിലെ കണ്ടെത്തലാണ്. ഭരണകക്ഷിക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താനായേക്കുമെന്ന് 45% പേർ കരുതുന്നു. അതേസമയം കൂടുതൽ പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് നരേന്ദ്രമോദിയെയാണ്. 48% പേർ. രാഹുൽ ഗാന്ധിയെ 27% പേർ പിന്തുണയ്ക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടിയെ 56% പേർ പിന്തുണയ്ക്കുന്നു. 49% പേർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. 2019 65% പേർ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തരായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 57% കുറഞ്ഞു. അതൃപ്തരുടെ എണ്ണം 30% ആയിരുന്നത് 39% വർദ്ധിച്ചു. ചുരുക്കി പറഞ്ഞാൽ 370, 400 എന്നൊക്കെ പാടി നടന്ന് ഒടുവിൽ ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റ് കൂടി കിട്ടില്ലേ എന്ന ആശങ്കയിലാണ് ഒടുവിൽ BJP നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. സർവേ ഫലം സൂചകമാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആശങ്ക കൂടാനാണ് സാധ്യത കൂടുതൽ.